ഹായ് ഗായ്സ്, നിങ്ങൾക്ക് ഇറ്റാലിയൻ ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഫുഡുകൾ കാണണ്ടേ? ഇത് ഈ കാണുന്നതൊക്കെ കേട്ടോ ഇറ്റാലിയൻ ഹോസ്പിറ്റലിലെ ഫുഡുകൾ. ഫസ്റ്റത്തെ ഡിഷ് പാസ്ത ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സെക്കൻഡ് ഓക്ടോപ്പസ് ഉണ്ടായിരുന്നു, പിന്നെ അത് നമ്മുടെ സുക്കീനി ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ 1/2 ലിറ്ററിൻ്റെ ഒരു വെള്ളം, പിന്നെ അതുപോലെ തന്നെ ഫൊർമാജോ, പിന്നെ ഉപ്പ്, ഒലിവ് ഓയിൽ, അത് വേറെ സെക്ഷൻ, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവും കേട്ടോ, പിന്നെ അതുപോലെ തന്നെ പാന ഉണ്ടാവും, അതായത് ബ്രെഡ്. ഇത്രയുമാണ് അവർ തരുന്നത്. നമുക്കത് മൊത്തം കഴിച്ച് തീർക്കാൻ എന്തായാലും പറ്റില്ല. പിന്നെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാനം കിട്ടിയ പശുവിന് പല്ലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കരുതെന്ന് പറയില്ലേ, അതുപോലെയാണ് കണ്ണടച്ചം കളയുക. എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ടേസ്റ്റ് ഒന്നും എനിക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് മര്യാദയ്ക്ക് കഴിക്കാനും കൂടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആന്ധ്രയുടെ ആ ഒരു വശത്ത് ആന്ധ്രയുടെ പെയിനൊക്കെ കണ്ട് എനിക്ക് ഈ ഫുഡ് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കൊണ്ടുവരുന്ന ഫുഡുകളൊക്കെ ഞാൻ ഇങ്ങനെ തുറന്നൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്, എന്തെങ്കിലും കഴിച്ച് ഇൻസുലിനും എടുക്കുന്നത് കൊണ്ട് ഷുഗർ ഡൗൺ ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ കുത്തിക്കയറ്റാറാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ അതിലൊരു കിടപ്പ് വശം കേട്ടോ. പൊതുവേ നിങ്ങളവിടെ ചെല്ലുമ്പോൾ സാധാരണ ഓസാണ് നിങ്ങളുടെ എന്താ പറയുക ഡീറ്റെയിൽ കാര്യങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ ഏത് ടൈപ്പ് ഫുഡാണ് കഴിക്കണേന്നുള്ളത്. അല്ലാത്ത പക്ഷം നഴ്സുമാരെടുക്കും, ഇൻഫർമിയർ എടുക്കും, അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ബീഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കറക്റ്റ് കൊണ്ടുവരുന്നതിൽ ബീഫൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതവർ ചേഞ്ച് ചെയ്ത് തരും. ചില ദിവസങ്ങൾ നമ്മുടെ കാരിത്താസിൽ നിന്ന് കിട്ടുന്ന ഫുഡില്ലേ, അതുപോലത്തെ ഫുഡായിരിക്കും കേട്ടോ. ഇവർ റൈസ് ഉണ്ടാക്കുന്നത്, ഈ റൈസ് ഒട്ടും വെന്തിട്ടുണ്ടാവില്ല. കാരണം വെള്ളത്തിൽ കുതിർത്തിട്ടെടുത്ത റൈസില്ലേ, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അലയുടെ പാരൻസിനോടൊക്കെ ചോദിച്ചായിരുന്നു, നിങ്ങൾ റൈസ് കുക്ക് ചെയ്യില്ലേ, എനിക്ക് ഇങ്ങനെയാണല്ലോ കിട്ടിയെന്ന്. അപ്പോൾ അലയുടെ പാരൻസ് പറഞ്ഞു, ഇല്ല നിംസ്, ഞങ്ങൾ കുക്ക് ചെയ്യും, അത് ഹോസ്പിറ്റലിലെ ഫുഡ് ആയതുകൊണ്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു. ഇത് ബീട്രൂട്ട് ഇട്ട റൈസ് ആട്ടോ, നിങ്ങൾക്ക് ഞാനതിൻ്റെ ഉള്ളിൽ സ്പൂൺ ഇട്ടിട്ട് എടുക്കുമ്പോൾ അത് ബീഫായിരുന്നു കേട്ടോ. അവർക്ക് തെറ്റിയും കൂടി പോയി. പിന്നെ ഞാൻ ഭയങ്കര ഷൈ ആയതുകൊണ്ട് ഞാൻ പിന്നെ അവരോട് പറഞ്ഞൊന്നുമില്ല, അയ്യോ ഇത് ബീഫാണ്. കണ്ട ഈ അരി കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, പച്ചരി പോലെ ഇരിക്കുന്നില്ല, ഇത് വെന്തിട്ടും കൂടി ഇല്ല. ഇവർ അങ്ങനെ സാധനം കൊണ്ടുവരുന്നില്ലേ, അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ട് വിശപ്പ് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും സംഭവം കഴിച്ചാൽ മതിയില്ലേ. ഏതെങ്കിലും ഒന്ന് ഞാൻ കഴിക്കാറുണ്ട്, അറ്റ്ലീസ്റ്റ് ബ്രെഡെങ്കിലും ഞാൻ കഴിക്കാറുണ്ട്. അലേ വീക്കെൻഡ് ആയിരുന്നല്ലോ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അലേനോട് പറയും, നീ വരുമ്പോൾ എന്തെങ്കിലും എനിക്ക് വാങ്ങിക്കൊണ്ടിരുന്നൊക്കെ പറയും. അങ്ങനെ വീക്കെൻഡ് അല വരുമ്പോൾ ഞാൻ അലയുടെ ഫുഡ്, അല്ലെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഫുഡുകളായിരുന്നു ഞാൻ കഴിക്കാറുള്ളത്. ചില ദിവസങ്ങളിലൊക്കെ നമ്മുടെ കണ്ണ് ഞെട്ടിച്ചിട്ട് അവരിത് ടേസ്റ്റുള്ള സംഭവങ്ങളൊക്കെ ഗുണം തരും കേട്ടോ നമുക്ക്. നമ്മളെന്നെ വിചാരിക്കും ഇത് ഹോസ്പിറ്റൽ ഫുഡാണോ, ഇത്രയും ടേസ്റ്റ് ഉണ്ടോ എന്ന് തന്നെ വിചാരിക്കും. കാരണം അത്യാവശ്യം തിരക്കായിട്ടുള്ള ഫുഡുകളാണ് ചില ദിവസം കിട്ടുന്നത്, ചില ദിവസം ഒട്ടും കൊള്ളില്ലാത്തത് തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് അവർ നമുക്ക് ഫുഡ് തരുന്നില്ല, അത് തന്നെ വലിയ കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ എന്തൊരു പൈസയാണ് ഹോസ്പിറ്റലിൽ ഫുഡൊക്കെ, ഇതുപോലെയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമോ? ഐ മീൻ അണ്ടർ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അല്ലാണ്ട് നമ്മൾ പാട്ടുകാരെ അവരൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയുള്ള അടുത്ത വീഡിയോ കാണാം.